റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേർ ഉൾപ്പെടെ 11 പേർ പിടിയിലായിട്ടുണ്ട്. ഉക്രൈൻ അതിർത്തിയിൽ നിന്നാണ് ഈ 11 പേരെ പിടികൂടിയതെന്ന് റഷ്യ പറയുന്നു. ക്രോക്കസ് സിറ്റി ഹാളിലെ സംഗീത പരിപാടിക്കിടെ നടന്ന ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 150 കടന്നിരിക്കുകയാണ്. റഷ്യയിൽ ദുഃഖാചരണം നടക്കുകയാണ് ഇപ്പോൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചത്. മോസ്കോയിൽ നടന്നത് കിരാതമായ ഭീകരാക്രമണമായിരുന്നെന്ന് പുടിൻ പറഞ്ഞു. കൊല്ലപ്പെട്ടവർ എല്ലാവരും നിഷ്കളങ്കരായ സമാധാനകാംക്ഷികളായ സാധു മനുഷ്യരായിരുന്നെന്നും പുടിൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. വെടിവയ്പ് നടത്തിയ 4 തോക്കുധാരികൾ ഉൾപ്പെടെ 11 പേരെയാണ് പിടികൂടിയതെന്ന് പുടിൻ രാജ്യത്തോട് പറഞ്ഞു. ഇവർക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പ്രതികൾ ഉക്രൈനിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നും ഇവർ ഉക്രൈൻ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പുടിൻ പറഞ്ഞു. ഈ ഭീകരാക്രമണത്തിൽ ഉക്രൈനും പങ്കുണ്ടെന്നാണ് പുടിൻ പറയുന്നത്. എന്നാൽ റഷ്യയുടെ ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് പറഞ്ഞ് യുക്രൈൻ ഭരണകൂടം തള്ളിക്കളഞ്ഞു. ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അഫ്ഗാനിസ്ഥാൻ വിഭാഗമായ ISIS-K ഏറ്റെടുത്തു. IS-മായി ബന്ധമുള്ള വാർത്താ ഏജൻസിയായ അമഹ് ടെലിഗ്രാം വഴി നടത്തിയ പ്രസ്താവനയിലൂടെയാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറസാൻ. 2014 അവസാനം കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് ഈ സംഘടന ഉണ്ടാകുന്നത്. അതിക്രൂരമായ ആക്രമണങ്ങളിലൂടെയാണ് ഇവർ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. എന്നാൽ 2018 ആയപ്പോഴേക്കും ഇവരുടെ അംഗബലം വളരെയധികം കുറഞ്ഞിരുന്നു. താലിബാനും അമേരിക്കൻ സേനയുമാണ് ഇവർക്ക് കനത്ത നഷ്ടം വരുത്തിയത്. 2021 ശേഷം അമേരിക്ക ഇവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്: എന്തിനാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന റഷ്യയെ ആക്രമിച്ചത്? പണ്ട് സിറിയയിലെ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അമേരിക്ക ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ രക്ഷകരായി ഇടപെട്ടത് വ്ളാഡിമിർ പുടിനാണ്. അന്ന് ബാഷർ അൽ അസദിനെതിരെ യുദ്ധം ചെയ്ത ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർത്ത് വിട്ടത് റഷ്യൻ പട്ടാളമാണ്. ഒരു തിരിച്ചടിക്കായി അവരും തക്കം നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ 5ാമതും റഷ്യയുടെ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ അധികാരമേറ്റ ഉടൻ ഇസ്ലാമിക് സ്റ്റേറ്റ് മോസ്കോയിൽ ആക്രമണം അഴിച്ചുവിട്ടതും അതുകൊണ്ട് തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവർത്തിക്കുന്നത്. താലിബാൻ സേനയ്ക്ക് എതിരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ. താലിബാനാകട്ടെ റഷ്യയുടെ അടുത്ത കൂട്ടാളിയുമാണ്. ഇതിനു മുൻപും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ റഷ്യയെ ആക്രമിച്ചിട്ടുണ്ട്. 2022 അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളത്തിൽ നടത്തിയ ബോംബാക്രമണത്തിൽ 2 റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ വർഷം ആദ്യം ഇറാനിൽ 100ഓളം പേർ കൊല്ലപ്പെട്ട ഇരട്ട സ്ഫോടനം നടത്തിയത് ഇതേ സംഘടനയാണെന്ന് അമേരിക്കയും പറഞ്ഞിരുന്നു. 5ാം വട്ടവും അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായ ഈ ഭീകരാക്രമണം പുടിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. നിരപരാധികളായ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ ആവാത്ത ഒരു ഭരണത്തലവൻ എന്ന പ്രതിച്ഛായ പുടിൻ സഹിക്കില്ല. അതുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്നാണ് പുടിൻ ആവർത്തിച്ച് പറയുന്നത്. ഭീകരർക്ക് പിന്നിൽ നിന്ന് ആക്രമണത്തിന് തയ്യാറായ എല്ലാവരെയും ഞങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കും എന്നാണ് പുടിൻ പറയുന്നത്. പറഞ്ഞത് പുടിൻ ആയതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്നായിരിക്കുമെന്നാണ് കരുതുന്നത്. റഷ്യയിൽ കടന്നു കയറിയുള്ള ഈ കൂട്ടക്കുരുതി പ്രസിഡന്റ് പുടിൻ ഒരിക്കലും ലാഘവത്തോടെ എടുക്കില്ല എന്നുറപ്പാണ്. ഏതു മാർഗത്തിലൂടെയാകും പുടിൻ തിരിച്ചടിക്കുക എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.